ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമ്പാരിസൺ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അതിനകത്ത് കുറച്ച് ഫീഡ്ബാക്സ് ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചത് ഫയേഴ്സ് ബേസ് ചെയ്തിട്ടൊരു കമ്പാരിസൺ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഫണ്ട് നെക്സ്റ്റ് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഫണ്ട് നെക്സ്റ്റും ഫയേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ പോലെ രണ്ട് കമ്പനീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് നെക്സ്റ്റ് 2022 സ്റ്റാർട്ട് ചെയ്തത് മാർച്ചിൽ. ഫയേഴ്സ് ആണെങ്കിൽ 2020 ഏപ്രിൽ മുതലുണ്ട്. ഫണ്ട് നെക്സ്റ്റ് UAE ബേസ്ഡ് ആണ്, ബട്ട് അത് ബംഗ്ലാദേശിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഫയേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹെഡ് ഓഫീസ് അങ്ങനെ UK-യിലാണ്, ബട്ട് അത് ഇസ്രയേലിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ആ കമ്പനി എന്നുള്ളതാണ് ഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ നമ്മുടെ ഒപ്പം തന്നെ ട്രേഡർ സോബിഷ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് കാര്യമായ ഒരു കമ്പാരിസൺ വീഡിയോ നടത്തണം. കാരണം ഫയേഴ്സും ഫണ്ട് നെക്സ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കമ്പനീസ് ആണല്ലോ. അതെ, രണ്ടും നല്ല കമ്പനികളാണ്. അപ്പോൾ അവരുടെ എന്തൊക്കെ കുറവുകളാണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നോക്കി ഒരുവിധം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളും കൂടി അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കമ്പാരിസണിലേക്ക് വരാം. ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് നെക്സ്റ്റും ഫയേഴ്സിനും ഒത്തിരി ചലഞ്ചസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഫണ്ട് നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് സ്റ്റെല്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റെല്ലർ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവാലുവേഷൻ മോഡ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ചലഞ്ചസ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഫയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഹൈ സ്റ്റേക്ക് എന്ന് പറയുന്നത് അവരെ 2 സ്റ്റെപ്പിൻ്റെ പോലെ തന്നെ എല്ലാ കമ്പനികൾക്കും ഉള്ള പോലത്തെ ഒരു ക്യാമ്പാണ്. അതുപോലെ തന്നെ ബൂട്ട് ക്യാമ്പ്, അതൊരു ചെറിയ പൈസ കൊടുത്തിട്ട് 100K ഒക്കെ എടുക്കുന്ന ഒരു ക്യാമ്പാണ്. ഹൈപ്പർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 1 സ്റ്റെപ്പ് ചലഞ്ചാണ്. നമുക്ക് ഒരു 1 സ്റ്റെപ്പ് ഒരു ടാർഗറ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുകയും അത് വിഡ്രോ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റുകൾ ഫേസ് 1-ലെ പ്രോഫിറ്റ് ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് നെക്സ്റ്റിൻ്റെ 2 സ്റ്റെപ്പ് സ്റ്റെല്ലർ എന്ന് പറഞ്ഞ ചലഞ്ചാണ്. ഈ 2 സ്റ്റെപ്പ് സ്റ്റെല്ലറിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഡെമോ സമയത്ത് ചെയ്യുന്നതിൻ്റെ 15% കൂടി നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 100K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1950 USD നമുക്ക് എക്സ്ട്രാ നമ്മൾ ലൈവ് അക്കൗണ്ടിൽ 1% പ്രോഫിറ്റ് എടുത്തുമ്പോൾ കിട്ടും. അപ്പോൾ അതൊരു 8% ഓക്കെ. അതുപോലെ തന്നെ അവർ തന്നെ സ്റ്റെല്ലർ ലൈറ്റ് ഉണ്ട്. ഈ സ്റ്റെല്ലർ ലൈറ്റും അതുപോലെ തന്നെ ഹൈ സ്റ്റേക്കാണ് ശരിക്കും ഫയേഴ്സിൻ്റെ ഹൈ സ്റ്റേക്കാണ് ശരിക്കും കമ്പയർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെല്ലർ ലൈറ്റ് ആണ് ഇപ്പോൾ മറ്റ് കമ്പനികളൊക്കെ ആയിട്ട് 2 സ്റ്റെപ്പിൻ്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വരുന്നത്. ഇവരുടെ 2 സ്റ്റെപ്പിൻ്റെ നോർമൽ സ്റ്റെല്ലറിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റെല്ലർ ലൈറ്റ് ആകുമ്പോൾ കുറച്ച് പ്രൈസ് കുറവാണ്. അതിനെ നമുക്ക് ഫയേഴ്സിൻ്റെ ഹൈ സ്റ്റേക്കായിട്ടാണ് കമ്പയർ ചെയ്തത്. സ്റ്റെല്ലർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 8% മതി. അതുപോലെ തന്നെ ഇവാലുവേഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഫണ്ട് നെക്സ്റ്റിന് ഒരു ചലഞ്ച് ഉണ്ട്. അവർക്ക് 10% വേണം. ഫയേഴ്സിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഹൈ സ്റ്റേക്കിനും 8% മതി. പക്ഷേ ബൂട്ട് ക്യാമ്പിന് 6% വേണം. അതുപോലെ തന്നെ ഹൈപ്പർ ഗ്രോത്ത് എന്ന് പറയുന്ന ചലഞ്ച് ഉണ്ട് ഫയേഴ്സിന്, അതിന് 10% വേണം. അത് ഇവാലുവേഷൻ മോഡലായിട്ട് കമ്പയർ ചെയ്യാം. അത് തന്നെ, അത് 1 സ്റ്റെപ്പ് ഉള്ളൂ, 2 സ്റ്റെപ്പ് ആയിട്ടില്ല. ഇവാലുവേഷൻ മോഡും ഹൈപ്പർ ഗ്രോത്തും 1 സ്റ്റെപ്പ് ആണ്. രണ്ടിനും 10% ആണ് ടാർഗറ്റ് വരുന്നത്. ഫേസ് 2ന്റെ കേസോ? ഫേസ് 2 നമുക്ക് 2 സ്റ്റെപ്പ് സ്റ്റെല്ലറിൽ 5% വരുന്നത്. സ്റ്റെല്ലറിൽ ഫസ്റ്റ് സ്റ്റെല്ലർ ലൈറ്റിൽ നമുക്ക് ടാർഗറ്റ് കുറവാണ്, 4% മതി. മറ്റ് കമ്പനികളും എല്ലാ കമ്പനികളും പ്രൈസും ഈ സ്റ്റെല്ലർ ലൈറ്റ് എല്ലാ കമ്പനികളെയും കമ്പയർ ചെയ്യുമ്പോഴും ഇതിന് ടാർഗറ്റ് 4% മതി. അപ്പോൾ അതൊരു പ്രത്യേകത ഇതുണ്ട് ഇതിനകത്ത് ഫണ്ട് നെക്സ്റ്റിന്. അതുപോലെ തന്നെ ഫയേഴ്സിൻ്റെ ഹൈ സ്റ്റേക്കിന് ആണെന്നുണ്ടെങ്കിൽ 5%. അതുപോലെ ബൂട്ട് ക്യാമ്പ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ഫേസ് 2 ഉണ്ട്, 3 ഉണ്ട്. 1 സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് 3 ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 6% ആണ്. ഹൈപ്പർ ഗ്രോത്തിന് നമുക്ക് അങ്ങനെ ഇല്ല, കാരണം 1 സ്റ്റെപ്പാണ്. ആ 10% കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈവ് അക്കൗണ്ട് കിട്ടാണ്. ഇവാലുവേഷൻ മോഡൽ ഒരു സെക്കൻഡ് ഫേസ് വരുന്നുണ്ട്, 5% അതിൽ വരികയും ചെയ്യും. ഹൈപ്പർ ഗ്രോത്തിൽ നമുക്ക് ആ സെക്കൻഡ് ഫേസ് ഇല്ല. ഇവാലുവേഷൻ മോഡൽ ഹൈപ്പർ ഗ്രോത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഹൈപ്പർ ഗ്രോത്ത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോഴും കുറച്ചുകൂടി ഹൈപ്പർ ഗ്രോത്ത് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. മാക്സിമം ഡെയിലി ലോസ് നമുക്ക് 2 സ്റ്റെപ്പ് സ്റ്റെല്ലറിൽ വരുന്നത് 5%. അതുപോലെ തന്നെ സ്റ്റെല്ലർ ലൈറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഡെയിലി ലോസിനും 4% ഉള്ളൂ. അപ്പോൾ അതിൽ അവരത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവാലുവേഷൻ മോഡലാണെന്നുണ്ടെങ്കിൽ 5%. അതുപോലെ തന്നെ ഹൈ സ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഹൈ സ്റ്റേക്കാണ് ശരിക്കും 2 സ്റ്റെപ്പ് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ഫയേഴ്സിൻ്റെ ചലഞ്ച്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. 5% വരുന്നത്. ബൂട്ട് ക്യാമ്പിന് 3% ഉള്ളൂ. അതുപോലെ തന്നെ 1 സ്റ്റെപ്പുള്ള ഹൈപ്പർ ഗ്രോത്തിനും 3% ഉള്ളൂ. അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞ പോലെ ഇവാലുവേഷൻ മോഡലിൽ 5%, അതുപോലെ 3% കുറയാണ്. ഡെയിലി ലോസ് ലിമിറ്റ് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. എക്സ്പോഷർ കുറഞ്ഞിട്ടുണ്ട്. ഹൈ സ്റ്റേക്കും സ്റ്റെല്ലറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈ സ്റ്റേക്കിന് 5% ടാർഗറ്റ്, അതുപോലെ തന്നെ 5% ഇവിടെ രണ്ടും 4 ആണ്. ഏകദേശം ഒരുപോലെ തന്നെ. പെർസെന്റേജ് വ്യത്യാസം മാറ്റി നിർത്തിയാൽ രണ്ടിന്റെയും ഫംഗ്ഷൻ ചെയ്യുന്ന ഒരുപോലെ വരുന്നത്. നമുക്ക് ഇതിന്റെ മാക്സിമം ലോസിന്റെ കേസിൽ
മാക്സിമം ലോസ് നമുക്ക് ഇതിൽ 2 സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റെല്ലർ ലൈറ്റിൽ നമുക്ക് 10% വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 8% സ്റ്റെല്ലർ ലൈറ്റിൽ വരുന്നുണ്ട്. അതുപോലെ ഇവാലുവേഷൻ മോഡിൽ എനിക്ക് തോന്നുന്നു 6% അടുത്ത് നമുക്ക് വരുന്നുണ്ട്. ഹൈ സ്റ്റേക്കിൻ്റെയും 6% ആണ്. അത് മാക്സിമം ലോസ് വരുന്ന ആ ഒരു ഓരോ ക്യാമ്പിൻ്റെയും ചലഞ്ച് ഫേസ് മാറിക്കൊണ്ടനുസരിച്ച് ഡിഫറൻസ് വരും. അതുപോലെ തന്നെ ബൂട്ട് ക്യാമ്പിനും 5% വരുന്നുണ്ട്. ഹൈപ്പർ ഗ്രോത്ത് 6% വരുന്നത്. മിനിമം ട്രേഡിംഗ് ഡേയ്സിന്റെ കാര്യം എടുത്താലും എല്ലാ കമ്പനികളും ഏകദേശം കമ്പയർ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പിലാണെങ്കിൽ 5, അതുപോലെ തന്നെ സ്റ്റെല്ലർ ലൈറ്റിൽ 5, ഇവാലുവേഷൻ മോഡൽ 5 കലണ്ടർ ഡേയ്സ്, ഹൈ സ്റ്റേക്ക് എന്ന് പറയുന്നത് 5 yearsന്റെ ഇതിൽ 3 days ആണുള്ളത്. ബൂട്ട് ക്യാമ്പിലൊന്നും അങ്ങനെ എത്ര മിനിമം ട്രേഡിംഗ് ഡേയ്സ് വേണമെന്നില്ല. ഹൈപ്പർ ഗ്രോത്തിനും അത് ആവശ്യമില്ല. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നില്ലെന്ന് കാണിച്ചുകൊണ്ട് പെട്ടെന്ന് ഓർത്താണ്. 5 yearsലാണെന്നുണ്ടെങ്കിൽ 30 ദിവസം ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ ട്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആയി പോകും. സെയിം ഇഷ്യൂ തന്നെ ഫണ്ട് നെക്സ്റ്റിലും ഉണ്ട്. പിന്നെ മാക്സിമം ട്രേഡിംഗ് പീരീഡ് അത് എല്ലാ കമ്പനികളും അൺലിമിറ്റഡ് ആണ്. ഇവാലുവേഷൻ മോഡൽ മാത്രമാണ് ഒരു ഇതുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫേസിൽ 4 week നമുക്ക് ട്രേഡിംഗ് പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ ഫേസ് 2-ലും 8 weekൻ്റെ ഉണ്ട്. മറ്റെല്ലാം അൺലിമിറ്റഡ് ആണ്. ലിവറേജ് എല്ലാ ഇതിൻ്റെയും 2 സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ എല്ലാ ഇതും സ്റ്റെല്ലറിൻ്റെ 1:100 വരുന്നു. സ്റ്റെല്ലർ ലൈറ്റ് അങ്ങനെ തന്നെ വരുന്നു. ഇവാലുവേഷൻ സെയിം വരുന്നു. ഹൈ സ്റ്റേക്ക് വരുന്നു. ബൂട്ട് ക്യാമ്പിലും ഹൈപ്പർ ഗ്രോത്തിലാണ് വ്യത്യാസമുള്ളത്. ബൂട്ട് ക്യാമ്പ് ഒരു ഞാൻ പറഞ്ഞല്ലോ 3 step ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. 1:10 ഉള്ളൂ. നമുക്കൊരു 1 lot ഒന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ലോട്ട് പോലും ഒരു 20.20 ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈപ്പർ ഗ്രോത്തിലാണെങ്കിൽ 1:30 ഉള്ളൂ. ബൂട്ട് ക്യാമ്പ് നമ്മൾ ശരിക്കും സജസ്റ്റ് ചെയ്തത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു $95 മതി. അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 1 lakhന്റെ അക്കൗണ്ട് എടുക്കാനായിട്ട് $95 മതി. അത് നമുക്ക് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും 3 phases കഴിയുമ്പോഴാണ് ലൈവ് അക്കൗണ്ട് ഇടുന്നത്. ആ സമയത്ത് നമ്മൾ 100Kയുടെ എമൗണ്ട് $295 കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ $300 കൊടുത്ത് നമ്മൾ ചലഞ്ച് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പരീക്ഷ നമ്മുടെ അത്ര എമൗണ്ട് കളയണ്ട. ഇത് ലൈവ് അക്കൗണ്ടും കിട്ടാണ്. നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷം കിട്ടാണ്. അതിനകത്ത് 295 കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പ്രോഫിറ്റ് ആയാലും എടുത്തു കഴിഞ്ഞാൽ ലൈവായിട്ട് കിട്ടാണ്. 15 ദിവസത്തിനുള്ളിൽ കിട്ടാന്നുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബൂട്ട് ക്യാമ്പിനെ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ പ്രോഫിറ്റ് സ്പ്ലിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് 2 സ്റ്റെപ്പിൽ 80%, സ്റ്റെല്ലർ ലൈറ്റിലും 80% ആണ്. അതുപോലെ തന്നെ 5 years ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 80% പ്ലസ് സാലറി വരുന്നുണ്ട് ഹൈ സ്റ്റേക്കിൽ 2 സ്റ്റെപ്പിൽ. അത് കുറച്ചുകൂടി പെർസെൻറ്റേജ് ഉണ്ട്. സ്കെയിലപ്പ് ആയതിനു ശേഷമാണ് സാലറി വരുന്നത്. ബൂട്ട് ക്യാമ്പിലൊക്കെ 100% കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ഗ്രോത്ത് സിംഗിൾ ഇതിൽ 50% ബോണസ് ഉള്ളൂ. ആ സമയം ഇവാലുവേഷൻ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈപ്പർ ഗ്രോത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 80% കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇതിന്റെ അക്കൗണ്ട് സൈസുകളും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നത് 5,000 അക്കൗണ്ടാണ്. 2 സ്റ്റെപ്പ് സ്റ്റെല്ലറിൽ നമുക്കത് അവൈലബിൾ അല്ല. 2 സ്റ്റെപ്പിൽ 5,000 അല്ല സ്റ്റാർട്ടിങ്. 6,000 അക്കൗണ്ടാണ്. 6,000 അക്കൗണ്ടിലാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് അതിനെ നമുക്ക് സ്റ്റെല്ലർ ലൈറ്റിലേക്ക് 5,000 അക്കൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹൈ സ്റ്റേക്ക് 2 സ്റ്റെപ്പുള്ള ഹൈ സ്റ്റേക്കിൻ്റെ, അതായത് നമ്മുടെ 5 yearsന്റെ ക്യാമ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ $39 വരുന്നത്. ഏകദേശം സെയിം ആയിട്ട് തന്നെ വരുന്നു സ്റ്റെല്ലർ ലൈറ്റിൽ. അപ്പോൾ 4% ആണ് ടാർഗറ്റും, 4% ഇതുള്ളൂ, ഡ്രോ ഡൗൺ ഉള്ളൂ. പക്ഷേ ഇതിൽ 5% വരുന്നുണ്ട്. 5 സ്റ്റേക്കിൽ 5% വരുന്നുണ്ട്. ആ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ 6,000 സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് സ്റ്റെല്ലറിൽ 15% നമുക്ക് കമ്മീഷൻ കിട്ടും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റ് ഇത് ഇവിടെ നമുക്കവിടെ ആ 6,000 ഇതില്ല. ഇവാലുവേഷൻ മോഡൽ എന്ന് പറയുന്ന ഇതിലും $49 ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 yearsന് അങ്ങനത്തെ നമ്മൾ 25K തുടങ്ങി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പിൽ നമുക്ക് 25K വരുമ്പോൾ ഫണ്ട് നെക്സ്റ്റിൽ $199 വരുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 5 yearsൻ്റെ ആ ഒരു ചലഞ്ച് ഇല്ല. അവർ അതിന് പകരം 20Kയുടെ ചലഞ്ചാണുള്ളത്. 20Kക്ക് $165 വരുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ 25ന് $199, ഇവിടെ $165, $30 ഡിഫറൻസ് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100K മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റെപ്പിന് ഫണ്ട് നെക്സ്റ്റിൻ്റെ സ്റ്റെല്ലറിൽ ഫസ്റ്റ് സ്റ്റെല്ലറിൽ നമുക്ക് $519 വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെല്ലർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ $399 വരുന്നുള്ളൂ. ഇതെല്ലാം നോർമൽ ചലഞ്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന പ്രൈസാണ് കേട്ടോ ഈ സ്റ്റെല്ലർ ലൈറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ഒട്ടുമിക്ക കമ്പനികളുടെയും ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. പിപ്സിനെ ഒരു കോമ്പറ്റീഷനിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പ്രൈസിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അതിന് നമുക്ക് 5 സ്റ്റേക്കിലേക്ക് വരുമ്പോൾ 5 yearsന്റെ ഇതിലേക്ക് വരുമ്പോൾ $495 വരുന്നുള്ളൂ.
അപ്പോൾ എങ്ങനെ വന്നാലും 100 ഇതിൻ്റെ ഇതിൽ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്ന പ്രൈസ് വരുന്നത് 5 yearsൻ്റെ ഇതിലാണ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് നമുക്ക് ഇവർ ഫോറക്സ് വേസ് എല്ലാം ഉണ്ട്, 2 കമ്പനികളും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ കമ്മോഡിറ്റീസ് രണ്ടും സെയിം, ഇൻഡിക്കേഴ്സും എല്ലാ ഇതും സെയിം തന്നെയാണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഇതിൽ മാത്രമാണ് ഒരു ഇതുള്ളത്. ഫണ്ട് നെക്സ്റ്റിൽ കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് ഒത്തിരി കൂടുതലായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ 5 yearsലാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനും ബിനാൻസും അതുപോലെ തന്നെ ETH മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ 5 yearsൻ്റെ ആ ഒരു ഇതിലുള്ളൂ. ഇപ്പോൾ ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ ഫണ്ട് നെക്സ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഏകദേശം സെയിം തന്നെയാണ്, എല്ലാ പ്രൊസീജിയറും സെയിം ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് റേറ്റിംഗ് ടെസ്റ്റ് പൈലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 4.5 വരുന്നത് 5-ൽ. അതിൽ ഏകദേശം 15,000 പേരുടെ റിവ്യൂ ഉണ്ട്. സെയിം ഇത് തന്നെ 5 yearsൻ്റെ വരുന്നത് 4.9 വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷേ അവരെ മൊത്തം റിവ്യൂ നോക്കുമ്പോൾ 5,000 അടുത്താണ് റിവ്യൂ വരുന്നുള്ളൂ. മറ്റേതിനകത്ത് 50,000 അടുത്ത് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ 5 star റേറ്റിംഗ് നോക്കുമ്പോൾ ഫണ്ട് നെക്സ്റ്റിൽ 84% ഉള്ളൂ. 5 yearsൻ്റെ 91 വരുന്നുണ്ട്. ചാറ്റ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ 5 yearsൻ്റെ ആണ്. അത് നമ്മളൊരു ജസ്റ്റ് ഒന്നൊരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ സെക്കൻഡ്സിൽ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടും. ഫണ്ട് നെക്സ്റ്റും കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടി ബെറ്റർ ഇവരാണ്. അതുപോലെ തന്നെ ഡിസ്കോഡ് ആണെന്നുണ്ടെങ്കിൽ 2 കമ്പനികളും ഡിസ്കോഡിൽ സപ്പോർട്ടില്ല. വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഓരോ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം വെബ്സൈറ്റ് ത്രൂ ആണ്, ഡിസ്കോഡിലേക്ക് പോകുന്നില്ല. നമ്മൾ ബൂട്ട് ക്യാമ്പ് അല്ലാതെ പുതിയൊരു അക്കൗണ്ട് ഇപ്പോൾ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കുറച്ചും കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നത് ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഒരു കൺക്ലൂഷനായിട്ട് നമ്മൾ ഒരാളുടെ ഒരു പെർട്ടിക്കുലർ ഒരു അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരെ സജസ്റ്റ് ചെയ്യും? എത്ര രൂപയുടെ അക്കൗണ്ട് സജസ്റ്റ് ചെയ്യും? ഞാൻ അതെങ്ങനെ പറയുകയാണെങ്കിൽ 2 കമ്പനികളും കമ്പാരിസൺ നടത്തുമ്പോൾ ഇതിനൊക്കെ മുമ്പ് നമ്മൾ നടത്തുമ്പോൾ അത്രയും ഇതുണ്ടായിരുന്നില്ല. കാരണം പല കമ്പനികളും പല മിസ്റ്റേക്കുകളും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ കുറച്ചുകൂടി താഴെ ആയിരിക്കുമ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്. പേ ഔട്ട് അങ്ങനെ റിജക്ഷനൊന്നും 2 കമ്പനികൾക്കും ഇല്ല. ഒട്ടും റിജക്ഷൻ ഇല്ലാത്തൊരു കമ്പനിയാണ് 5 years. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എന്നൊരു പ്രശ്നം 5 yearsന് ഇല്ല. ആ സമയം ഫണ്ട് നെക്സ്റ്റിന് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ തന്നെയാണോ ഓൺ അക്കൗണ്ട് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 5 yearsനുള്ള ഏറ്റവും പോസിറ്റീവ് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ മണിയാണ് ലൈവ് അക്കൗണ്ട് വരുമ്പോൾ. അങ്ങനെ ഫണ്ട് ഫേംസിൽ നിലവിൽ ഇപ്പോൾ അങ്ങനെ വളരെ റെയർ ആയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഫണ്ട് നെക്സ്റ്റ് തന്നെ റിയൽ മണി അല്ല, സ്റ്റിമുലേറ്റഡ് പ്രോഫിറ്റ് തന്നെയാണ്. ഇത്രയും നാൾ MFFൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് വരെയും എല്ലാ സൈറ്റിലും ലൈവ് മണി എന്നാണ് എഴുതിയിരുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ അതൊക്കെ മാറ്റി സ്റ്റിമുലേറ്റഡ് മണി എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5 years അത് അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ മെറ്റാകോഡ്സ് ലൈസൻസ് 2 കമ്പനികൾക്കും ഉണ്ട്. ലിക്വിഡിറ്റി പ്രൊവൈഡർ ആകുമ്പോൾ 5 yearsൻ്റെ ഓൺ ലിക്വിഡിറ്റി പ്രൊവൈഡർ ആണെന്നുള്ള ഇതുണ്ട്. ഇവരെ ഫണ്ട് നെക്സ്റ്റിൻ്റെ സെർവറാണ് അവർക്ക് എടുക്കുന്നത്. രണ്ടും കുഴപ്പമില്ല. രണ്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 കമ്പനി ഒപ്പത്തിലാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പ്രൈസ് കമ്പാരിസൺ നടത്തുമ്പോഴും ഹൈ സ്റ്റേക്കിൻ്റെ കമ്പാരിസൺ സ്റ്റെർലർ ലൈറ്റും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രൈസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കോമ്പറ്റീവ് പ്രൈസ് ആണെങ്കിലും 100Kയുടെ അക്കൗണ്ട് സൈസ് വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടും 5 yearsന് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും 5Kയുടെ അക്കൗണ്ടൊക്കെ എടുത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പരമാവധി എല്ലാവരും 5K ഒക്കെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക സ്ട്രാറ്റജിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരം ഒരു 25Kയുടെ അക്കൗണ്ടെങ്കിലും മിനിമം എടുത്താലാണ് നമുക്കിപ്പോൾ ഒരു ലോസ് ഒന്ന് ഡ്രോ ഡൗൺ വന്നാലും തിരിച്ച് കയറി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. എന്നാലാണ് ഒരു വിന്നിങ്. അതുപോലെ തന്നെ എല്ലാ കമ്പനികളുടെയും മന്ത്ലി ഓരോ ഇത് സ്റ്റാറ്റിസ്റ്റിക് വരും. അതിൽ ഏറ്റവും കൂടുതൽ ഫെയിൽ ആവുന്നത് 5Kയുടെ അക്കൗണ്ടുകൾ എടുക്കുന്ന ആൾക്കാർ. അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് 25Kക്ക് മുകളിലാണ്. പിന്നെ അതുപോലെ ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് 100Kയുടെ സൈസിലാണ്, ഏകദേശം 40 above വരുന്നത്. ബാക്കി എല്ലാത്തിലും 15% ഒക്കെ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എൻ്റെ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ 5 yearsനാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അക്കൗണ്ട് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഫീഡ്ബാക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് തന്നെ പറയാം. ഞാൻ ഇവരുടെ ലൈവ് അക്കൗണ്ടിൽ വന്നോളൂ, എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അടുത്ത ദിവസങ്ങൾ നോക്കിയിട്ട് ലൈവായിട്ടുള്ള കുറച്ചുകൂടി അപ്ഡേറ്റ്സ് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് റിക്വസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക. അത്തരം വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞതിൻ്റെ ബേസിസിൽ ചെയ്ത വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, താങ്ക് യു.